തട്ടേക്കാടിന്റെ വിരുമാറിലൂടെ ഒഴുകുന്ന പെരിയാറിന് തീരത്ത് ജീവിതത്തോട് പൊരുതുന്ന കീരമ്പാറ സ്വദേശി തോമസ് മാത്യുവിന്റെ പ്രചോദന കഥ എല്ലാവർക്കും ഒരു പാഠമാണ്. 4-ാം വയസ്സിൽ പോളിയോ വന്ന് അരയ്ക്കു താഴെ തളർന്നു പോയെങ്കിലും കൈക്കരുത്തിൽ ജീവിതം കരിപിടിപ്പിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. തട്ടേക്കാടിന്റെ വിരിമാറിലൂടെ ഒഴുകുന്ന പെരിയാറിന്റെ തീരത്ത് ജീവിതത്തോട് പൊരുതുന്ന കീരമ്പാറ സ്വദേശി തോമസ് മാത്യുവിന്റെ പ്രചോദന കഥയാണ് ഇനി പറയാൻ പോകുന്നത്. 4-ാം വയസ്സിൽ പോളിയോ വന്ന് അരയ്ക്ക് താഴെ തളർന്നു പോയെങ്കിലും കൈക്കരുത്തിൽ ജീവിതം കരിപിടിപ്പിക്കാനുള്ള വ്യഗ്രതയിലാണ് ഈ ചെറുപ്പക്കാരൻ. തന്റെ മുച്ചക്ര വാഹനത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും തട്ടേക്കാട് പെരിയാർ നദീ തീരത്തേക്ക് എത്തുന്ന തോമസ് ചില ദിവസങ്ങളിൽ വള്ളം നിറയെ മീനുകളുമായാണ് മടങ്ങുന്നത്. ഒന്നും കിട്ടാത്ത ദിവസങ്ങളുമുണ്ട്. തട്ടേക്കാട് പാലത്തിന് താഴ്വശത്താണ് പ്രധാനമായും മീൻപിടുത്തം. മുച്ചക്ര വാഹനത്തിലെത്തുന്ന തോമസ് കൈകളുടെ കരുത്തിൽ നിരങ്ങി നീങ്ങി വള്ളത്തിലേക്ക് കയറും. വള്ളം തുഴഞ്ഞ് പെരിയാറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉടക്കുവല സ്ഥാപിക്കും. ചില സമയങ്ങളിൽ വീശുവലയും തണ്ടാടിയും ചൂണ്ടയുമൊക്കെ മീൻപിടുത്തത്തിനുപയോഗിക്കും. മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന കലാകാരനും നല്ലൊരു കർഷകനും കൂടിയാണ് തോമസ്. എന്നാൽ കുടുംബത്തിന്റെ ഉപജീവനത്തിനായി ഇന്ന് വള്ളത്തിലാണ് കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. ശാരീരിക പരിമിതികളെ ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളായാണ് കാണുന്നതെന്നും എന്തു ജോലി ചെയ്യാനും തയ്യാറാണെന്നും തോമസ് പറഞ്ഞു. എൻ്റെ പേര് തോമസ് മാത്യു എന്നാണ്. ഞാനിവിടെ തട്ടേക്കാട് അടുത്താണ് താമസിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ 4 വയസ്സുള്ളപ്പോൾ പോളിയോ വന്ന് എൻ്റെ കാലുകൾ രണ്ടും തളർന്നു പോയതാണ്. എൻ്റെ ഒരു ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഞാൻ കുറച്ച് പണം വരെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നിലവിലാണ് ജീവിക്കുന്നത്. എൻ്റെ വള്ളം എനിക്ക് കോട്ടയത്തുള്ള ടോണിച്ചാണ് മേടിച്ചാലാണ് ടോണിച്ചിട്ടുണ്ട്. അദ്ദേഹം മേടിച്ചാലും ഇവിടുത്തെ ആളത്തെ നിലവിൽ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം. പിന്നെ കുറച്ച് കൃഷിയുടെ ആയതുകൊണ്ട് അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങളിതിപ്പം നിലവിൽ രാവിലെ ഇപ്പോൾ വൈകുന്നേരം ഒരു 7 മണിയാകുമ്പത്തേനും കൊണ്ടൊന്ന് വലയിടും. 6:30-7 മണിയൊക്കെ ആകുമ്പത്തേനും. എന്നിട്ടൊരു രാവിലെ 6 മണി 6:30 ആകുമ്പത്തേനും പോയി നോക്കും. അപ്പോൾ മീൻ പിടിക്കും. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ പിടിക്കുന്ന നിലവിൽ തട്ടേക്കാടാണ്. തട്ടേക്കാട് പെരിയാറിൽ നിന്നാണ് മീൻ പിടിക്കുന്നത്. നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നിലവിൽ തണ്ടാടി, ഈ ഉടക്കുവല, പിന്നെ വീശുവല, ചൂണ്ടകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നിലവിൽ ചൂണ്ട പലതരത്തിലുള്ള ചൂണ്ടകൾ, മിഷീൻ ചൂണ്ട ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ മീൻ പിടിക്കാൻ. ശാരീരികമായിട്ട് വൈകല്യമുണ്ടായിട്ട് ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഓരോ വെല്ലുവിളികളാണ്. നമ്മൾ ധൈര്യം സംഭരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്യാവശ്യം ഇന്ന പണിയൊന്നുമില്ല, അത്യാവശ്യം ജീവിതത്തിൽ എല്ലാത്തരം പണികളും നിലവിൽ ചെയ്തിട്ടുണ്ട്. പെരിയാറിന്റെ തീരത്ത് ആത്മവിശ്വാസത്തിന്റെ പുതിയ പാഠമെഴുതുന്ന തോമസ് മാത്യു ശാരീരിക പരിമിതികൾ ജീവിതത്തെ തടയാനാവില്ലെന്ന് തെളിയിക്കുന്ന ശക്തമായ ഒരു ഉദാഹരണമാണ്. ശാരീരിക പരിമിതികൾ ഉണ്ടായിട്ടും കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന തോമസ് മാത്യു ചെറുപ്പക്കാർക്ക് ഒരു മാതൃകയാണെന്ന് പൊതുപ്രവർത്തകനായ രാജു പറഞ്ഞു. ചെറുപ്പത്തിലെ അംഗവൈകല്യം വന്ന് 4 വയസ്സിൽ കാലുകളുടെ തളർന്നു പോയ സ്ഥിതിയിൽ ഇപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് സ്വന്തമായിട്ട് കൃഷി വരെ ചെയ്ത് നടക്കുന്ന അദ്ദേഹം രാവിലെ 6 മണിക്ക് നമ്മുടെ ഇതുപോലെ തണുപ്പുള്ള സമയത്ത് പോലും ഇവിടെ വന്നപ്പോൾ നമുക്കൊരു സാധാരണ ആരോഗ്യമുള്ള പൂർണ്ണ ആരോഗ്യമുള്ള നല്ല ചെറുപ്പക്കാർക്ക് സാധിക്കാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്ന ചെറുപ്പക്കാർക്ക് ഇതൊരു മാതൃകയാണ്. കാരണം ആ ചെറുപ്പക്കാരെ ഇവിടെയുള്ള ഈ പരിമിതമായ ഈ അംഗവൈകല്യമുള്ള അദ്ദേഹം ഇതുപോലെ അധ്വാനിക്കാൻ താല്പര്യം കാണിക്കുന്ന നമുക്കൊരു മാതൃകയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വെളിയിൽച്ചാലിൽ സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല. വീട് ഇപ്പോൾ അദ്ദേഹം വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പോൾ ചീക്കോട് വാട്ടർ ലെവലിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, അവിടെ കൃഷിയൊക്കെ ആയിട്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പരിപാടികൾ, കൃഷിക്കാരനാണ് പുള്ളി. അതുപോലെ മീൻപിടുത്തമാണ് പുള്ളിയുടെ മെയിൻ ഉപജീവന മാർഗം. ഇത് നമ്മുടെ ചെറുപ്പക്കാരെ മാതൃകയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.